ഹലോ ഗൈസ്, യൂഷ്വലി നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുക അല്ലെങ്കിൽ ഒരാളോട് കൂടി ജീവിക്കണം എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുക്കുക എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? നമുക്ക് എന്തുകൊണ്ടാണ് അവരോട് ആ ഇഷ്ടം തോന്നുന്നത്? അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അനന്തുവിനെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എനിക്ക് അനന്തുവിൻ്റെ ആ ഒരു ക്യാരക്ടറാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എസ്പെഷ്യലി അനന്തു ഭയങ്കര എംപത്തറ്റിക്കൽ ക്യാരക്ടറാണെന്ന് എനിക്ക് ഫീൽ ചെയ്ത സമയത്താണ് ഞാൻ അനന്തുവിനോട് ഇഷ്ടമാണെന്ന് പറയുന്നത്. സോ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആ വ്യക്തിനെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെ റീസൺസ് ആണ് ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തെ റീസൺ ആണ് സിമ്പതി. നിങ്ങൾക്ക് ഒരാളോട് സിമ്പതി തോന്നിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അവരോടൊരു ലവോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനോ ഉള്ള ഒരു സിറ്റുവേഷൻ വരുത്തരുത്. യൂഷ്വലി നമ്മൾ കാണാറുള്ളതാണ്, ഈ ബ്രേക്കപ്പ് ഒക്കെ നടന്നു കഴിയുമ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടാകും, അവർ ഒരുപാട് ആശ്വസിപ്പിക്കും, അതിനുശേഷം പിന്നെ അവർ തമ്മിൽ റിലേഷൻ ആയത് നമുക്ക് കാണാൻ പറ്റും. അതിനെ യൂഷ്വലി പറയുന്ന പേരാണ് റീബൗണ്ട് റിലേഷൻഷിപ്പ്. വളരെ ചുരുക്കം കേസസിൽ റീബൗണ്ട് റിലേഷൻഷിപ്പ് പിന്നെ അത് മാരേജ് വരെ എത്തി. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈംസ് അത് ചിലപ്പോൾ ഞാൻ പറയുന്നത് ഇത് അടച്ചാക്ഷേപിക്കുന്ന രീതിയിലല്ല. അപ്പം ഇങ്ങനെ റീബൗണ്ട് റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു വിഷമത്തിൻ്റെ ഫേസ് കഴിഞ്ഞായിരിക്കും ആ റിയാലിറ്റിയിലേക്ക് വരികയും ആ ടൈമിൽ ചിലപ്പം നമുക്ക് അതർ പേഴ്സൻ്റെ ക്യാരക്ടർ നമുക്ക് ചിലപ്പം ഫുള്ളി ഉൾക്കൊള്ളാൻ പറ്റിയില്ലെന്ന് വരികയും ചെയ്യും. അതായത് നിങ്ങൾ അവരുടെ വൾണറബിൾ മൊമെൻറ്റ്സിൽ കൂടെ ഉണ്ടായി അവരെ സമാധാനിപ്പിച്ചു, അവരെ ആശ്വസിപ്പിച്ചു, അതൊക്കെ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് അവരോട് അനുകമ്പ തോന്നി, നിങ്ങൾ അവരുടെ കൂടെ ഫുൾ ടൈം ഉണ്ടാവുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അവരുടെ വൾണറബിൾ സ്റ്റേറ്റിനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതിനുശേഷം അവരുടെ റിയൽ സ്റ്റേറ്റ് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറോ ആയിരിക്കണം എന്നില്ല ആ വ്യക്തി. സോ ഒരിക്കലും സിമ്പതിയുടെ പുറത്ത് നിങ്ങളൊരു ലവ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യരുത്. രണ്ടാമത്തെ റീസൺ, നമ്മൾ ഒരാളെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇപ്പോൾ നമ്മൾ ഒരാൾ കംപ്ലീറ്റ്ലി ബ്രോക്കായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ തന്നെ അവരെ ആശ്വസിപ്പിക്കുമായിരിക്കും, അവരെ ഒരു ബെറ്റർ പേഴ്സണായിട്ട് ഒരു ഫ്രണ്ടായിട്ട് നിന്ന് നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതൊരു നല്ല പ്രവണത തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ അയാളുടെ കൂടെ എന്നും ഉണ്ടായാൽ അയാൾ നല്ലൊരു ബെറ്റർ പേഴ്സൺ ആകും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യരുത്. നിങ്ങളുടെ ലൈഫ് വേറെ ആരെയും ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. സോ ഒരാളെ ഫിക്സ് ചെയ്യാനോ അല്ലെ അയാളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. പിന്നെ മൂന്നാമത്തെ റീസൺ ഗിൽറ്റാണ്. അതായത് നിങ്ങൾ കാരണം ഒരാളുടെ ജീവിതം തകർന്നു എന്നുള്ള ഫീലിംഗ്, അല്ലെങ്കിൽ നിങ്ങൾ കാരണം ഒരാൾക്ക് എന്തെങ്കിലും പറ്റി എന്നുള്ള കാരണം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഗിൽറ്റ് ഫീലിംഗ് കാരണം കൊണ്ട് ഓക്കെ ഞാൻ അവരുടെ കൂടെ ഉണ്ടായേക്കാം, ഒരു പ്രായശ്ചിത്തമായിട്ട് ഞാൻ അവരുടെ കൂടെ ജീവിച്ച് തീർത്തേക്കാം എന്നൊക്കെ തീരുമാനിക്കുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. ഈ ഗിൽറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കാരണം കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കില്ല. ചിലപ്പോൾ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ വിഷമങ്ങൾ, അവരുടെ ട്രോമാസ്, അവർക്ക് സൊസൈറ്റിയിൽ നിന്ന് നേരിട്ടിട്ടുള്ള ബാക്ക് സ്റ്റാബ്സ്, അതുപോലെ അവർക്ക് വീട്ടിൽ നിന്നുള്ള പ്രഷർ, പേരൻസിൽ നിന്നുള്ള ട്രോമാസ്, ഇതൊക്കെ ആയിരിക്കും അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് ആ വ്യക്തി ഈസ് ലിവിങ് ഇൻ എ ഹെൽ, അല്ലെങ്കിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു ജീവിതമാണ് അവർ ജീവിക്കുന്നത്. സോ ഞാൻ അവരെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടി അവർക്കൊരു നല്ല ജീവിതം കൊടുക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡൊക്കെ നിങ്ങൾ എടുക്കുന്നത് ഭയങ്കര തെറ്റാണ്. ആ ഒരു വ്യക്തിയുടെ ട്രോമയോ അല്ലെങ്കിൽ അവരുടെ ബാഡ് സിറ്റുവേഷനോ അവരുടെ വൾണറബിലിറ്റീസോ ഒന്നും കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും അതിലൊരു ഗിൽറ്റ് തോന്നി, അതിലൊരു കുറ്റബോധം തോന്നി, എന്നെക്കൊണ്ട് സേവ് ചെയ്യാൻ പറ്റുമോ ആ വ്യക്തിനെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഒരിക്കലും ഒരു കുഴി ചാടരുത്, ഒരു റിലേഷൻഷിപ്പിൽ ചാടരുത്. ചിലപ്പോൾ അവർ പറയുന്നതൊക്കെ സത്യമായിരിക്കാം, പക്ഷെ അതിനുള്ള പോംവഴി നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊടുക്കുന്നതല്ല. ചിലപ്പം സിംപ്ലി നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു വേ മാത്രമായിരിക്കും അവരുടെ ഈ ട്രോമയും അവരുടെ ഈ എന്താ പറയുക ഈ സിറ്റുവേഷണൽ ക്രൈസിസും എല്ലാം. നാലാമത്തെ റീസൺ ലോൺലിനെസ് ആണ്. അതായത് ഒരാൾ വളരെയധികം ഒറ്റപ്പെട്ട് ഭയങ്കരമായ ശോക അവസ്ഥയിലാണ് എന്ന് ഫീൽ ചെയ്തിട്ട് ആൾക്കൊരു താങ്ങും തണലുമായേക്കാമെന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ പോയിട്ടൊരു റിലേഷൻഷിപ്പിൽ ചാടരുത്. അതായത് ഞാൻ ഈ പറയുന്ന റീസൺസ് എല്ലാം ഒന്നൊന്നിനോട് കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. ഇറ്റ്സ് കണക്റ്റഡ്. ബേസിക്കലി ഞാൻ പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിലുള്ള ഇമോഷൻസും കാര്യങ്ങളും കണ്ടിട്ട് നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് ചാടരുതെന്നുള്ളതാണ്. നിങ്ങൾ ബേസിക്കലി നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് ഇഷ്ടപ്പെടാൻ പറ്റണം. അവരുടെ നല്ലതും ചീത്തയും ഇഷ്ടപ്പെടാൻ പറ്റണം. അവരുടെ വൾണറബിലിറ്റീസെയും അവരുടെ നോർമൽ ക്യാരക്ടറിനെയും അവരുടെ എക്സ്ട്രീം ക്യാരക്ടേഴ്സിനെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റണം. അതായത് നിങ്ങൾ ഒരു മൊമെൻറ്റിലുള്ള അവരുടെ ഒരു
അവസ്ഥയെ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും അവരുടെ ഒരു ലൈഫ് പാർട്ട്ണർ ആവാനായിട്ട് തീരുമാനിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു അനന്തുവിൻ്റെ എംപതി കണ്ടിട്ടാണ് ഞാൻ അനന്തുവിനെ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത്. ഞാൻ അനന്തുവിൻ്റെ എംപതിക്കൽ ക്യാരക്ടർ മാത്രം കണ്ടിട്ടല്ല അനന്തുവിനെ ഇഷ്ടപ്പെട്ടത്. അനന്തുവിൻ്റെ എംപതി ഒരു ഫാക്ടറായിട്ടുണ്ട്. പല അവസരത്തിൽ തന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തെയും താല്പര്യത്തെയും മുന്നിൽ വെക്കുന്നു എന്നുള്ളൊരു ഫാക്ടർ എന്നെ ആകർഷിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് അനന്തുവിൻ്റെ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളിൽ എനിക്കൊരു ഇഷ്ടം തോന്നുകയും അനന്തുവിനെ ഹോളായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ അനന്തുവിനെ കല്യാണം കഴിച്ചത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അനന്തു ഒരു പാവപ്പെട്ട മനുഷ്യന് കുറച്ച് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നത് കണ്ടിട്ട് പെട്ടെന്നോ അവൻ നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നി ഞാൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ല. ലവ് എന്ന് പറയുന്നത് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഫീലിംഗ് ആണെന്ന് പറയും. അതും കറക്റ്റാണ്, ഞാൻ തെറ്റ് പറയണില്ല. പക്ഷെ എന്നാലും ഇതുപോലത്തെയുള്ള ഫാക്ടേഴ്സ് നമ്മൾ യൂഷ്വലി നമുക്ക് പറ്റാറുണ്ട്. ഒരാളുടെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ സിനിമയിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. അവരുടെ വൾണറബിൾ മൊമെൻറ്റ്സിൽ നമുക്ക് അവരോട് ഒരു ഇഷ്ടം തോന്നി, പിന്നെ പ്രണയമായി, ഈ സാധനം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ലൈഫിൽ പ്രാവർത്തികമാക്കുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് വന്നേക്കാം. നമുക്ക് ചിലപ്പോൾ അവരുടെ ട്രൂ സെൽഫിനെ ഇഷ്ടപ്പെടാൻ പറ്റിയെന്ന് വരില്ല. സോ ഒരു ഇമോഷണലി വൾണറബിൾ ആയിരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലിരിക്കുന്ന ഒരാളെ പോയി ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾ പ്രേമിക്കരുത്, നിങ്ങളുടെ ലൈഫ് കൊടുക്കാമെന്ന് തീരുമാനിക്കരുത് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും കാര്യത്തിൽ ഇങ്ങനെ തന്നെ ആവണമെന്നോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ശരിയാവണമെന്നോ ഒന്നുമില്ല. ബേസിക്കലി ഞാനിത് പറഞ്ഞത് ഒരുപാട് ആൾക്കാരുടെ ഇത് കണ്ടിട്ടും അതേപോലെ എനിക്ക് തോന്നിയ കുറച്ച് ഫാക്ടേഴ്സും മാത്രമാണ്. ഒരു സൈക്കോളജിക്കൽ അഡ്വൈസ് ആയിട്ടൊന്നും നിങ്ങൾ എടുക്കരുത്, അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. സോ ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, യൂസ്ഫുൾ ആയിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ഫീൽ ഫ്രീ ടു കമൻറ്റ് അബൌട്ട് ദിസ് ടോപ്പിക്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.